നിയമസഭയിൽ കയ്യാങ്കളി ഉണ്ടായത് ഓർമ്മില്ലേ? അതിന്റെ ഒരു മിനി വെർഷൻ ഇന്നലെ നിയമസഭയിൽ ഉണ്ടായി. തുടക്കം തൊട്ട് പ്രതിഷേധമായിട്ട് പ്രതിപക്ഷം, മോശം പ്രതിപക്ഷ നേതാവെന്ന് പലതവണ ആവർത്തിച്ച് മുഖ്യമന്ത്രി ടീമും. അങ്ങനെ നിയമസഭ ആകെ മൊത്താലമ്പായി. ഇന്നും നിയമസഭയിൽ അംഗം വെട്ടായിരുന്നു. പക്ഷെ നയിക്കാൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. തൊണ്ടവേദനയായിട്ട് മുഖ്യമന്ത്രി റെസ്റ്റിലാണ് ഗൈസ്. കഴിഞ്ഞ ദിവസം നിയമസഭ തുടങ്ങിയപ്പോൾ മുതൽ മൊത്തം പ്രതിഷേധമായിരുന്നു. സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ വരെ പ്രതിപക്ഷാംഗങ്ങൾ ശ്രമിച്ചു. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യപ്രകാരം അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുത്തതാണല്ലോ. എന്നിട്ട് എന്തിനാ അവർ ഇത്രയും ബഹളം ഉണ്ടാക്കിയേ? സ്പീക്കറുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ് ഇന്ന് സഭയിലുണ്ടായത്. ഞങ്ങൾ ജനാധിപത്യപരമായ ഒരു ആവശ്യമാണ് ഉന്നയിച്ചത്. 49 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, രാജ്യ താൽപര്യത്തെ, സംസ്ഥാന താൽപര്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സഭയിൽ വരാൻ സ്റ്റാർഡ് ക്വസ്റ്റ്യനായി ഞങ്ങൾ കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്പീക്കറിന്റെ ഓഫീസും ഗൂഢാലോചന നടത്തി ആ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റി. അതായത് നിയമസഭയിൽ ചർച്ച ചെയ്യേണ്ട നക്ഷത്രചിഹ്നിട്ട ചോദ്യങ്ങളൊക്കെ നക്ഷത്രചിഹ്നം ഇടാത്ത ചോദ്യങ്ങളാക്കി മാറ്റി എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പരാതി. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും സഭയിൽ പൊതുവായി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് സഭാചട്ടം. 49 ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടാണ് സഭയിൽ ബഹളമുണ്ടായത്. ആ ബഹളമുണ്ടായപ്പോൾ സ്പീക്കർ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അനാദരവോടുകൂടി സംസാരിച്ചു. അതിന് ഞാൻ തിരിച്ചു പറഞ്ഞു, ഒരു സ്പീക്കറും ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അത് തന്നെ, ഇങ്ങോട്ട് അനാദരവോടുകൂടി സംസാരിച്ചപ്പോൾ ഒന്നും നോക്കില്ല. സതീഷ് ചേട്ടനും തിരിച്ചു പറഞ്ഞു ഇത്രേ. പിന്നെ അല്ല, സതീഷ് ചേട്ടന്റെ അടുത്ത് നിങ്ങളുടെ ഒരു കാളി. പ്രതിപക്ഷ നേതാവിനെ അങ്ങനെ അവഹേളിച്ചുകൊണ്ട് സഭയിൽ അവർ പറയുന്ന എല്ലാം കേട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. അതേ സ്റ്റാൻഡേർഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര് നടത്തി. വൗ, വാട്ട് എ ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഈ ചോദ്യോത്തരങ്ങൾ മാറ്റിയത് സ്പീക്കർ അതിനുള്ള കുറ്റബോധം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്. അബക്കോ മതിയായിട്ടാണ് അദ്ദേഹം പെരുമാറിയത് എന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ് സ്പീക്കർ ഇങ്ങനെ പറയുന്നത്. അതിനുള്ള മറുപടിയാണ്. അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തു. മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും സഭ്യതരമായ പരാമർശങ്ങൾ ഞങ്ങൾക്കെതിരായി നടത്തി. അത് സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര് നടത്തുന്നതൊക്കെ ഓക്കെ, പക്ഷെ വ്യക്തി അധിക്ഷേപം നടത്തുന്നത് മോശമല്ലേ? അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതാ ആക്ഷേപമാണോ? യോഗ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അപക്വമാണ് എന്ന് പറഞ്ഞത്. അപക്വം എന്ന വാക്ക് മലയാളത്തിൽ എന്ന് മുതലാണ് ആക്ഷേപമായത്? ഇതിനേക്കാൾ വലിയ ആക്ഷേപം ഒരു കൂസലില്ലാതിരുന്ന് കേട്ടയാളാണ് ഈ പ്രതിപക്ഷ നേതാവെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഈ പരാമർശങ്ങളൊന്നും അത്ര വലിയ മോശം പരാമർശങ്ങളല്ല എന്നാണ് അപ്പോൾ ഭരണപക്ഷത്തിന്റെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം. ഗവൺമെന്റ് ആണ് ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയത്. അതിനെയാണ് ഞങ്ങൾ വളരെ ഗൗരവത്തോടെ എന്തുകൊണ്ട് ഒളിച്ചോടുന്നതിന് ഉത്തരം വേണം എന്ന് പറഞ്ഞുകൊണ്ട് നടുത്തളത്തിൽ ഇറങ്ങിയത്. നടുത്തളത്തിൽ ഇറങ്ങുക എന്നൊരു അസാധാരണ സംഭവമല്ല. ഞാൻ തിരിച്ചങ്ങോട്ട് ചോദ്യം ചോദിക്കട്ടെ, പറയൂ. ഭരണപക്ഷത്ത് നിന്ന് ആരെങ്കിലും വെല്ലിലിറങ്ങിയോ? ഉണ്ടായോ? ഇല്ലല്ലോ. നടുത്തളത്തിൽ ഇറങ്ങണത് അസാധാരണ സംഭവമല്ല. പക്ഷെ അടിയന്തര പ്രമേയത്തിന് അനുമതി തന്നിട്ടും അതിന് കൂട്ടാക്കാണ്ട് സഭയിൽ നിന്ന് ഇറങ്ങി പോണതിന് ഒരു അസാധാരണത്വം ഇല്ലേ? കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യനായി കേരളത്തിലെ മുഖ്യമന്ത്രി നിൽക്കുകയാണ്. അദ്ദേഹം നടത്തിയ പത്രസമ്മേളനങ്ങളെല്ലാം ഹാസ്യ പരിപാടിയായിട്ട് മാറി. ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതെ അഹഹ എന്ന് മറുപടി പറയുന്ന മുഖ്യമന്ത്രിയായി കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ്. അതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ടട്ടാ. വെറുതെ അല്ല നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ നക്ഷത്ര ചിഹ്നത്തിൽ നിന്ന് അവർ നൈസായിട്ട് ഒഴിവാക്കിയത്. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ സമനില തെറ്റിയിരിക്കുകയാണ്. അത് ഇന്ത്യ രാജ്യത്തിലെ ഏതെങ്കിലും ആശുപത്രിയിൽ ചികിത്സിച്ചാൽ ഭേദപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിദേശത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കണം. ഓംബ്ര ചോദിച്ച ചോദ്യങ്ങളൊക്കെ നൈസായി ഒഴിവാക്കിയിട്ട് ന്യായീകരണം കണ്ടില്ലേ? ന്യായീകരണ ലെജൻഡ് തന്നെ. ഗവൺമെൻറ് അടിയന്തര പ്രമേയം അംഗീകരിച്ചു, ചട്ടപ്രകാരം സമയവും നിശ്ചയിച്ചു. പിന്നീട് ഈ കോലാഹലം കാട്ടേണ്ട എന്തെങ്കിലും ഒരാവശ്യമുണ്ടോ? അപ്പോൾ അനുവദിച്ചാലും ബഹളം, അനുവദിച്ചിട്ടില്ലെങ്കിലും ബഹളം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സാധാ നിലയിലുള്ള രോഗമല്ല എന്നുള്ളത്. അത് പിന്നെ അടിയന്തര പ്രമേയൊന്നും ചർച്ച എന്നൊക്കെ പ്രതിപക്ഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളത് അപ്പം തന്നെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തൊരു ത്രില്ലുള്ളത്? അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിട്ടുണ്ടെങ്കിലല്ലേ പുറത്തിറങ്ങി മാധ്യമങ്ങളുടെ മുന്നിൽ 2 ഡയലോഗ് അടിക്കാനൊക്കെ ഒരു ആവേശം ഉണ്ടാവുള്ളൂ. പ്രതിപക്ഷത്തിന്റെ നുണകൾ തുറന്നു കാട്ടപ്പെടുമെന്ന് വന്നപ്പോൾ ഭീരുക്കളെ പോലെ ഇറങ്ങി ഓടി എന്നതാണ്. അടിയന്തര പ്രമേയത്തിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചോടി വല്ല തമാശ പറയാൻ പറയും.
തമാശയാണ്. പാർലമെന്ററി കാര്യം ഞങ്ങൾ തയ്യാറെടുത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ എത്ര വില കുറഞ്ഞ അഭിപ്രായമാണ്. അങ്ങനെ കോലാഹലങ്ങൾക്കൊടുവിൽ അടിയന്തര പ്രമേയം സഭ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം ഇറങ്ങിപ്പോയ പ്രതിപക്ഷം ചർച്ചയ്ക്കാൻ വേണ്ടി റെഡി ആയിട്ട് വന്നിരുന്നു. ADGP RSS കൂടിക്കാഴ്ചയിലാണ് ചർച്ച. അതിൽ ഏറ്റവും കൂടുതൽ പഴികേട്ട ആളാണല്ലോ മുഖ്യമന്ത്രി. എന്നിട്ട് മുഖ്യമന്ത്രി എവിടെ? എല്ലാവരും മുഖ്യമന്ത്രിനെ അന്വേഷിച്ചു. മുഖ്യമന്ത്രിക്ക് തൊണ്ടവേദന ആയതുകൊണ്ട് വന്നില്ല അത്രേ. ഒരാൾക്ക് അസുഖം വരേണ്ടത് എപ്പോഴാ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അടിയന്തര പ്രമേയ ചർച്ചയുടെ അന്ന് തന്നെ വോയിസ് റെസ്റ്റ് എന്നതിലാർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഇപ്പൊ എന്താ അസുഖം വെച്ചാ പറ. ചർച്ച തുടങ്ങി. ഒപ്പം വാക്പോരും. ADGP സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന്റെ കാരണം കൂടി പറയണമെന്ന് പ്രതിപക്ഷം. ഇത്രയധികം ആരോപണങ്ങൾ MR അജിത് കുമാറിനെതിരെ ഉണ്ടായിട്ടും മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റിയിടല്ലാണ്ട് എന്ത് നടപടി എടുത്തെന്നും പ്രതിപക്ഷം. ഡോണ്ടു അമ്മാതിരി ചോദ്യങ്ങൾക്ക് സഭയ്ക്ക് അകത്താണെങ്കിലും സഭയ്ക്ക് പുറത്താണെങ്കിലും മറുപടി പറയാൻ ഉദ്ദേശമില്ല എന്നറിഞ്ഞൂടെ? എന്റെ അടുക്ക് ആളാവാൻ നോക്കിയാലുണ്ടല്ലോ എന്നെ ഇവിടെ ഇറക്കി വിടും. ഞാൻ കുറച്ച് മനുഷ്യപ്പറ്റോടും മര്യാദയോടും കൂടി പെരുമാറണം. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾ ഇങ്ങനെ ചൂടാകാൻ? സഭയ്ക്ക് അകത്ത് അടി നടക്കുമ്പോൾ സഭയ്ക്ക് പുറത്തും അടി നടക്കായിരുന്നു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടന നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. അവിടെ അടിയന്തര പ്രമേയം, ഇവിടെ ജലപീരങ്കി. അവിടെ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോക്ക്, ഇവിടെ കണ്ണീർവാതകം. അതിനിടയിൽ ഗവർണറുമായും സർക്കാർ കൊമ്പുകോർത്തു. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും രാജ്ഭവനിലെത്തി വിശദീകരണം നൽകുന്ന ഗവർണർ. പിന്നെ ഞങ്ങൾക്ക് ഇപ്പം അതല്ലേ പണിയെന്ന് CM. ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താനുള്ള നീക്കമൊക്കെ ഭരണഘടനാ വിരുദ്ധാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി രാജ്ഭവൻ ഒരു കത്ത് കൊടുത്തു. ഹായ്, CM ഗവർണറും വീണ്ടും അടിയായ. എന്നാ പിന്നെ ഗവർണറെ കൂടി ഒന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ നൈസായി അൻവറേട്ടൻ ഗവർണർ പോയി കണ്ടു. എന്തായിരിക്കും അവിടെ പോയിട്ട് ചെയ്തിട്ടുണ്ടാവുക? നോർത്ത് ഇന്ത്യയിൽ നിന്നൊരു സ്പെഷ്യൽ മിക്സർ ഉണ്ടായിരുന്നു, ഭയങ്കര ടേസ്റ്റ്. അതെ, അത് കഴിച്ചു. അല്ല, കഴിച്ചത് എന്താന്നല്ല, ഗവർണറോട് സംസാരിച്ചത് എന്തുട്ടാന്ന് അറിയണ്ടേ? ഒരു ഗവർണർ എന്ന നിലക്ക് അദ്ദേഹം അറിഞ്ഞിരിക്കേണ്ട, എന്നാൽ അദ്ദേഹത്തിന് ആരും അറിവ് നൽകിയിട്ടില്ലാത്ത ചില കാര്യങ്ങൾ, എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ചില കാര്യങ്ങൾ, നാടിന്റെ എന്താ പറയാ ഒരു സുരക്ഷ എന്ന നിലക്ക് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു. അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ നിയമസഭയിൽ പോയിട്ട് എങ്ങനെയുണ്ട്? പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാനല്ല അവരൊക്കെ പറഞ്ഞിരിക്കണത്. ഞാൻ പ്രതിപക്ഷത്തിരിക്കണമെന്ന് തീരുമാനിക്കാൻ ഈ പറയുന്ന LDFന്റെ പാർലമെന്ററി പാർട്ടി ലീഡർക്കോ സ്പീക്കർക്കോ അതിന് അവകാശമില്ല. അസംബ്ലിക്കകത്ത് വലിയൊരു പേര വെച്ച് കെട്ടി PV അൻവറിനെ അതിൻ്റെ അകത്ത് ആ ബ്ലോക്കിന്റെ അകത്താക്കേണ്ട പണിയൊന്നും സ്പീക്കർ എടുക്കണ്ട. വരും ദിവസങ്ങളിലും നിയമസഭയിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. സംസ്ഥാനത്ത് ആരോഗ്യ വിഭാഗമൊക്കെ ഉണർന്ന് പ്രവർത്തിക്കണട്ടാ. അല്ല, ആർക്കൊക്കെയാണ് ഇനി പേടിപ്പനി വരാൻ പോവാന്ന് നമുക്ക് അറിയില്ലല്ലോ. ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നില്ലേ എന്നായിരുന്നല്ലോ എല്ലാവരുടെയും പരാതി. വിശാല മനസ്കനായ നമ്മുടെ മുഖ്യമന്ത്രി എല്ലാവരുടെ ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും മുന്നിൽ കണ്ണു തുറന്നിരിക്കുന്നു. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി. ആഘോഷിപ്പിൻ, ആഹ്ലാദിപ്പിൻ. ADGP ആ വഴി അങ്ങോട്ട് പോയി എന്ന് കരുതണ്ടേട്ടാ. പുതിയതായിട്ട് മൂപ്പർക്ക് ബറ്റാലിയന്റെ ചുമതല കൊടുത്തിട്ടുണ്ട്. ADGPയുടെ പേരിൽ ചില്ലറ പ്രഷറൊന്നല്ല മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വന്നത്. പ്രതിപക്ഷം മാത്രമല്ലല്ലോ, സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികൾ വരെ ADGPയുടെ വിഷയം വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെ നിന്നില്ലല്ലോ. CM ഒന്നും പറയണ്ട, ADGPനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതിനു ശേഷം മതി ബാക്കി വർത്താനൊക്കെ എന്ന് CPI പറയാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ADGPയുടെ വിഷയത്തിൽ നമ്മുടെ ബിനോയ് വിശ്വവും സംഘവും ഈ മഴ വരാൻ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ കുറെ ദിവസമായിട്ട് കാത്തിരിക്കുകയാണ്. കാരണം ഉടനെ ഉണ്ടാകും. നിയമസഭാ സമ്മേളനത്തിന് മുൻപുണ്ടാകും. നിയമസഭാ സമ്മേളനം വെള്ളിയാഴ്ച തുടങ്ങി ഔപചാരികമായിട്ട്. ഇന്നലെ റിപ്പോർട്ട് വന്നപ്പോൾ ഉടനെ മഴ വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം ശത്രുക്കൾക്ക് പോലും ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അങ്ങനെ മഴ കാത്തു നിന്ന വേഴാമ്പലിന് സന്തോഷമായിരിക്കുന്നു. യെസ്, ആഴ്ചകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. CPIക്ക് ഇത് ആഘോഷരാവാണ് മക്കളെ. ആവശ്യം ഇന്നിപ്പോൾ നിറവേറ്റപ്പെട്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഭിമാനമുണ്ട്. LDF ഗവൺമെന്റ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും ഇടതുപക്ഷ മൂല്യത്തിൻ്റെയും പാതയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന LDF ഗവൺമെന്റ് ആ ദിശയിൽ കൈക്കൊണ്ട ഉചിതമായ ശരിയായ നടപടിയാണ് ഇതെന്നാണ് പാർട്ടി അതിനെ സർവാത്മന സ്വാഗതം ചെയ്യും. CPIയുടെ വിജയം എന്നുള്ള വിജയമില്ല, LDFന്റെ വിജയമാണത്. LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണത്. ADGP MR അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടും ബിനോയ് വിശ്വം സഖാവിന്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കാണുവാനില്ലല്ലോ. എങ്ങനെ സന്തോഷിക്കാനാണല്ലേ? ADGP ക്രമസമാധാന ചുമതലയെന്ന് അതിനെ സായുധ ബറ്റാലിയൻ ചുമതലയുടെ കസാരയിലേക്ക് മാറ്റി. അത്രയല്ലേ ഉണ്ടായുള്ളൂ.
ഇപ്പോൾ അദ്ദേഹത്തിനെ മാറ്റിയിരിക്കുന്നത് RSSന്റെ ചുമതലയിൽ നിന്ന് ബറ്റാലിയൻ്റെ ചുമതലയിലേക്കാണ് ഇപ്പം മാറ്റിയിരിക്കുന്നത്. ഇതും ഒരു തരത്തിലുള്ള പ്രഹസനമാണ്. കഴിഞ്ഞ 32 ദിവസം അവിടെ തുടർന്നു. ഇനിയും വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുകയാണ്. ഈ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിൻ്റെ പുറത്താണ് മാറ്റിയതെങ്കിൽ അതിന് പ്രൊപ്പോഷണലായിട്ടുള്ള ആനുപാതികമായിട്ടുള്ള ഒരു നടപടിയല്ല ഉണ്ടായിരിക്കുന്നത്. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഇത് എന്തൊരു പ്രഹസനമാണ് മുഖ്യമന്ത്രി? സംസ്ഥാന പോലീസ് മേധാവി കൈമാറിയ റിപ്പോർട്ടിൽ അതീവ ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് മുഖ്യമന്ത്രി രാഖി രാമാനം ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP-നെ മാറ്റിയത്. എന്നാലും അത്രയേറെ ആരോപണങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായിട്ടും ബറ്റാലിയൻ ചുമതല കൊടുക്കുമ്പോൾ അതെങ്ങനെ ശരിയാവും? ഇതൊരു സാധാരണ സ്ഥലം മാറ്റം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ADGP ലോ ആൻഡ് ഓർഡറിനെതിരായി അതിശക്തമായ ആരോപണങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ നടപടിയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന മട്ടിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പെരുമാറിയിരിക്കുന്നത്. പ്രതിപക്ഷം ശക്തമായ സമരങ്ങൾ നടത്തുകയും CPI മുന്നണിക്കകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ CPIക്കാരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ നടപടി മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ADGP-ക്കെതിരെ നടപടി ഉണ്ടായാലും നടപടി ഉണ്ടായില്ലെങ്കിലും പഴി കേൾക്കാൻ CPIയുടെ ജന്മം പിന്നെയും ബാക്കി. ഷോഷാഡ് ക്രമസമാധാന പാലന ചുമതലകളിൽ നിന്ന് ADGP അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്നാണ് CPIയുടെ ആവശ്യം. ഈ ആവശ്യമാണ് CPI ആദ്യം മുതലേ ഉന്നയിച്ചത്. അതിനപ്പുറത്തോ ഇപ്പുറത്തോ ഒന്നും CPI പറഞ്ഞിട്ടില്ല ഒരു ഘട്ടത്തിലും. ആവശ്യമാണ് ഇന്നിപ്പോൾ ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള CPI പ്രതികരണം ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതെപ്പോഴും ആവർത്തിക്കേണ്ട കാര്യമില്ല. ചില പത്രങ്ങളൊക്കെ എഴുതുന്നു ഇത് CPIയുടെ വിജയമാണെന്ന്. ഞങ്ങൾ പറയുന്നു ഇത് CPIക്ക് സന്തോഷമുണ്ടാക്കുന്ന വിജയമാണ്. പക്ഷേ ഈ വിജയം LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ്. എന്താ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ഉണ്ടോ? ഇല്ല, നീ ഇപ്പൊ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും ഒക്കെ കറക്റ്റാ. കറക്റ്റ് അല്ലാത്ത ഞങ്ങൾ മാത്രമേ ഉള്ളൂ. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, പൂരം കലക്കലിലെ ഇടപെടൽ, കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നു, സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്യുന്നു, അങ്ങനെ MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ ഒട്ടുമുക്കാലും ആദ്യം അവതരിപ്പിക്കുന്നത് നമ്മുടെ അൻവറേട്ടനാണ്. ADGP-യെ മാറ്റാൻ ഉത്തരവ് വന്നതും തൊപ്പി തെറിപ്പിക്കുമെന്ന് പറഞ്ഞത് ഞാനാണ് CM എന്ന് പറഞ്ഞ് മൂപ്പര് ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ടുണ്ടായിരുന്നു. സന്തോഷമായി അൻവറേട്ടാ? ഫേസ്ബുക്ക് പോസ്റ്റ് തൃപ്തിയൊന്നുമില്ല. തൃപ്തി ഉണ്ടാണെങ്കിൽ അവനെ ഡിസ്മിസ് ചെയ്യണം. കാരണം അവൻ നൊട്ടോറിയസ് ക്രിമിനലാണ്. ഇപ്പോൾ നടന്നിരിക്കുന്നത് താൽക്കാലികമായി എന്താ പറയുക, ഇടതുപക്ഷ കക്ഷികളെ സമാധാനപ്പെടുത്താനുള്ള കസാരക്കളിയാണ്. നമ്മൾ ഓണത്തിനൊക്കെ അല്ലേ കസാരക്കളിയില്ലേ, നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്യാൻ അടുത്തേലിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഇരിക്കുന്ന റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് മാറ്റിയാൽ ഈ വിഷയം അവസാനിക്കുന്നില്ല. ഞാൻ ആദ്യമേ പറയുന്ന കാര്യം ഇതാണ്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സസ്പെൻഷൻ ഒഴിവാക്കിക്കൊണ്ട് തൽക്കാലം കസേര മാറ്റിയിരുത്തുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടൊന്നും ഈ വിഷയം അവസാനിക്കുന്നില്ല. നമ്മൾ ഈ പോരാട്ടം തുടരും. ഈ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കുക മാത്രമേ നമുക്ക് അവസാനത്തെ രക്ഷയുള്ളൂ. ഇങ്ങനൊരു ആറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇതിപ്പോ MR അജിത് കുമാറിന് ആദ്യത്തെ തവണ എല്ലാ സ്ഥാനത്ത് നിന്ന് മാറ്റണത്. മുമ്പ് വിജിലൻസ് മേധാവിയുടെ ചുമതലയിൽ നിന്ന് മൂപ്പരെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ കയ്യിലൊരു പത്രയ്ക്ക് അടിപൊളിയല്ലേ. സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ അനാവശ്യ ഇടപെടലായിരുന്നു അന്നത്തെ മാറ്റം. ഇപ്പോഴത്തെ ഉത്തരവ് പിന്നെ എന്തുട്ടിനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങൾ വിചാരിക്കും മൂപ്പർക്കെതിരെ കുറേ ആരോപണങ്ങൾ ഉള്ളതുകൊണ്ട് കൺഫ്യൂസൻ ആയതായിരിക്കുന്നു. നെഹി, സ്ഥാനത്ത് നിന്ന് മാറ്റിയത് സാധാരണ സ്ഥലം മാറ്റ ഉത്തരവ് എന്നാണ് സർക്കാർ പറയുന്നത്. അതായത് മൂപ്പർക്കെതിരെ എന്തിനാണോ നടപടിയെടുത്തത് ആ കാര്യം ഉത്തരവിൽ പറഞ്ഞിട്ടില്ല എന്ന് സാരം. ഇത് അജിത് കുമാറിനെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ്. കാരണം ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി അദ്ദേഹം ഈ പൂരം കലക്കിയതും അനധികൃത സ്വത്ത് സമ്പാദനമൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിന് പകരം ഒരു താൽക്കാലിക വകുപ്പ് മാറ്റാണ്. ഇപ്പോൾ ലോ ആൻഡ് ഓർഡറിന് അദ്ദേഹത്തിനെ മാറ്റിയെന്നാണ് ബറ്റാലിയനിലേക്ക് മാറ്റിയെന്ന് പറയുന്നു. ഇത് നിയമസഭാ സമ്മേളനം അവസാനിക്കുന്ന ദിവസം തിരിച്ച് ലോ ആൻഡ് ഓർഡറിലേക്ക് കൊടുക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ വിഷയങ്ങളിലൊക്കെ ഒരു ജുഡീഷ്യൽ അന്വേഷണമല്ലാതെ ഈ CPIനെ മാത്രം തൃപ്തിപ്പെടുത്തുന്ന ഒരു തീരുമാനം ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരു അന്വേഷണവും ഞങ്ങൾ അംഗീകരിക്കില്ല. എന്നാലും നിയമസഭാ സമ്മേളനം തുടങ്ങണ സമയത്ത് തന്നെ ADGP-ക്കെതിരെ നടപടിയെടുത്ത ആ മനസ്സിമ്മളാരും കാണാണ്ട് പോയത് കേട്ടോ. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളെ പേടിച്ചിട്ടൊന്നല്ല കേട്ടോ, പഠിക്കാൻ കുറച്ച് സമയം വേണമായിരുന്നു. അതുകൊണ്ടാ ശരിയായ സമയത്ത് ഗവൺമെൻറ് എന്താണോ പറഞ്ഞിരുന്നത് ആ വാക്ക് പാലിച്ചിരിക്കുന്നു. അതിനിടയിൽ വലിയ സമ്മർദ്ദമുണ്ടെന്നാണ് നിങ്ങളെല്ലാം എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു സമ്മർദ്ദത്തിനെയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അന്വേഷണ കമ്മീഷൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ലഭിച്ചാൽ നടപടിയെടുക്കും എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത്. ആ തീരുമാനം അക്ഷരം പ്രതി
നടപ്പിലാക്കിയിരിക്കുന്നത്. വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോൾ ആരാധനാലയങ്ങളിൽ കയറിയിറങ്ങി ശത്രു സംഹാര പൂജ നടത്തായിരുന്നു എം.ആർ. അജിത് കുമാർ. അതിന്റെ ഫലം കിട്ടിയൊന്ന് മൂപ്പർക്ക് മാത്രമേ അറിയുള്ളൂ. അൻവറേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ADGPക്കെതിരെ സ്ഥാനമാറ്റം വന്നതെന്നുള്ള ടോക്ക് മുഖ്യമന്ത്രിക്ക് കുറച്ച് ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും അത്ര വിഷമിക്കാനൊന്നുമില്ല. സസ്പെൻഷൻ ഒന്നല്ലല്ലോ കൊടുത്തത്. ഒരു വിളിക്കപ്പുറം അടുത്ത ചുമതലയിൽ മൂപ്പരില്ലേ CM. പിന്നെ എന്തിനു വിഷമിക്കണം? ഇന്ത്യയുടെ അങ്ങേയറ്റത്ത് തെരഞ്ഞെടുപ്പ് ആഘോഷം നടക്കാണ്. ആർക്കാണ് കൂടുതൽ ശക്തി എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. ഹരിയാനയിൽ BJPയും ജമ്മു കശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യവും അധികാരത്തിലേക്ക്. ബാലറ്റ് പൊട്ടിച്ചു തുടങ്ങിയപ്പോൾ ഹരിയാനയിൽ താമര വിരിയാൻ സമ്മതിച്ചില്ലേ എന്ന് പറഞ്ഞ് രാജ്യം മുഴുവനും കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും തുള്ളിച്ചാടി നടക്കായിരുന്നു. പക്ഷെ ആ തുള്ളിച്ചാട്ടത്തിന് അല്പായുസ് ഉണ്ടായിരുന്നുള്ളൂ. മുഴുവൻ പെട്ടികളും പൊട്ടിച്ചപ്പോൾ വിരിഞ്ഞ താമരയിൽ കോൺഗ്രസിന്റെ ആഘോഷം മാഞ്ഞു പോയി. ഓർഡർ ചെയ്ത ലഡ്ഡും ജിലേബിയൊക്കെ എന്ത് ചെയ്താവോ? ഹരിയാനയിൽ താമര വിരിഞ്ഞു നിൽക്കണത് കണ്ട ഇതുപോലെ ഇനിയായിരിക്കും കശ്മീരിൽ നിന്ന് നമ്മുടെ ജിമാര് ഭയങ്കര കോൺഫിഡൻസോടെ പറഞ്ഞു. പ്രത്യേക പദവി ഒഴിവാക്കിയതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. കശ്മീരിലെ വോട്ടർമാരുള്ളപ്പോൾ പിന്നെ എന്തിനാ മുത്തേ വിഷമിക്കണേന്ന് പറഞ്ഞ് ഇന്ത്യ സഖ്യത്തിന് ആഘോഷിക്കാനുള്ള വക ഒരുക്കി കൊടുത്ത് ജമ്മു കശ്മീർ. ഹരിയാനയിൽ വാങ്ങിയ ലഡ്ഡുവും ജിലേബിയുമായി കോൺഗ്രസ് പ്രവർത്തകർ ജമ്മുവിലേക്ക് വെച്ച് പിടിക്കേണ്ടതാണ്. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല. പിന്നെ ഇതിന്റെ ഇടയിൽ കുൽഗാമിൽ കനലൊരു തരി ഉണ്ട് കേട്ടോ. ചെങ്കൊടി വീശാൻ മുഹമ്മദ് യൂസഫ് തരിഗാമി വിജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രംഗച്ചേട്ടൻ കാണിക്കും പറഞ്ഞാൽ കാണിക്കും. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.